പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റഹ്മാനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ഒമർ ലുലു അണിയിച്ചിരിക്കുക ഓണച്ചിത്രങ്ങളിൽ മുൻപന്തിയിൽ നിന്ന ചിത്രമാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ. 4 ദിവസം ചിത്രം വിജയം ആവർത്തിച്ചിരിക്കുകയാണ്. ഓണച്ചിത്രമായിട്ട് തിയേറ്ററിലെത്തിയ ചിത്രത്തിന് കളക്ഷനിൽ ചെറിയ തോതിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ആ ചിത്രം ട്രാക്കിലോട്ട് വരുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്നലത്തെ, അതായത് സെപ്റ്റംബർ മാസം 16-ാം തീയതി ഇന്നലത്തെ ചിത്രത്തിന് 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. റഹ്മാന്, ബിബിൻ ജോർജ്, അതോടൊപ്പം തന്നെ സെന്തിൽ കൃഷ്ണ, രമേഷ് പിഷാരടി, ബാബു ആന്റണി തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അണിനിരത്തിക്കൊണ്ട് ഈ ഒരു ഓണത്തിന് ഒമർ ലുലു അണിയിച്ചിരിക്കുക ഏറ്റവും കിടിലൻ ഓണച്ചിത്രങ്ങൾ ഒന്ന് തന്നെയായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ. ഇതൊക്കെയാണ് ഒരു ഫുൾ ടൈം കോമഡി ആക്ഷൻ എന്റർടൈൻ എന്ന രീതിയിൽ തന്നെയാണ് ചിത്രം ഒരുക്കിയിട്ടുണ്ടായത്. ഇതൊക്കെയാണ് ചിത്രത്തിന് ഓണ ദിവസങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ ഒരു കളക്ഷൻ ഉയർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 4-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്ന ഏകദേശം 31 ലക്ഷം രൂപയാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ തന്നെ ഓരോ ദിവസം നിലനിർത്താൻ സാധിക്കുന്നത്. മറ്റ് ചിത്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1-ാം സ്ഥാനത്ത് അജയന്റെ 2-ാം മോഷണവും, അതോടൊപ്പം തന്നെ 2-ാം സ്ഥാനത്ത് കിഷ്കിന്ദ കണ്ടവും, 3-ാം സ്ഥാനത്ത് കൊണ്ടരുമാണ്. 4-ാം സ്ഥാനത്താണ് നിലവിൽ ഓണച്ചിത്രങ്ങളിൽ ബാഡ് ബോയ്സിന്റെ പൊസിഷൻ. എന്നാൽ പോലും ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ചിത്രം 4-ാം ദിവസത്തിലും പരാജയത്തിലോട്ട് പോയിട്ടില്ല. ബുക്കിങ്ങിലും ട്രെൻഡിങ് ആയിട്ട് മാറാൻ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഒമർ ലുലു ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ചിത്രത്തിന് നല്ല അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ചിത്രം വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ തിരക്കുകളെല്ലാം മാറിക്കഴിയുമ്പോൾ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഒരുപക്ഷെ ട്രാക്കിലോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ കിഷ്കിന്ദാകാന്ഡം, അജയന്റെ 2-ാം മോഷണം എന്ന് പറയുന്ന സിനിമയെ പോലും മറികടക്കുന്ന രീതിയിലോട്ടുള്ള ഒരു വിജയത്തിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒമർ ലുലുവിന്റെ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഈ ഒരു ഓണക്കാലത്ത് തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.